ഞാനൊരു പ്രത്യേക ഡിഷാണ് ഉണ്ടാക്കുന്നത്. തായ്ലൻഡ് ഫുഡാണ്. അതിനു വേണ്ടി ഒരു എല്ലില്ലാത്ത 2-3 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇതേപോലെ മതി, നല്ലപോലെ അരിയരുത്. ഇനി ഇതിലേക്ക് കുറച്ച് ചെമ്മീനാണ് എടുത്തത്. ചെറിയ ചെമ്മീനാണ്. നല്ലപോലെ കഴുകി തോലൊക്കെ പോക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം. എല്ലാം ഒന്നിലേക്ക് ഇട്ട് ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞത് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട്. അത് എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് പക്ഷേ കൂടുതൽ ഇടണ്ട. സോയാ സോസിൽ നമ്മൾ ഉപ്പുള്ളത് കൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂണും ഗരം മസാലപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് 1 ടീസ്പൂണോളം കോൺഫ്ലവറും 1 ടീസ്പൂൺ അരിപ്പൊടിയാണ്, പത്തിരിപ്പൊടിയാണിത്. ഇത്രയും ഇട്ടതിന് ശേഷം കുറച്ച് സോയാ സോസ് ഒഴിക്കാം. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണോളം ഓയിൽ, സാധാരണ ഓയിലാണിത്, അതും കൂടി ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടി എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, എന്നാലാണ് എല്ലാ സ്ഥലത്തും എല്ലാം എത്തുള്ളൂ. ഇപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മസാല കൂട്ടി വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഇതാണ് മസാല കൂട്ട് വെക്കേണ്ട ഷീറ്റ്. ഇതിൽ വെച്ച് കുറച്ചാ വെക്കണ്ടു. എന്നിട്ട് ഇതേപോലെ ചെറുതായി റോൾ ചെയ്യാം. ഇത് ചായക്കൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാം ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു എണ്ണയിലിട്ട് പൊരിക്കണം. അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എണ്ണ ചൂടായപ്പോൾ ഇതൊക്കെ ഇതിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. കണ്ടുകൊണ്ടിരിക്കുന്ന ആളൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. കുറച്ച് മയോണൈസിൽ കുത്തി തിന്നാൽ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു.